ക്രിസ്മസിന് ഇനി ഒരു രാത്രിയും ഒരു പകലും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ പുലരിയായി കഴിഞ്ഞു. നാളെ ക്രിസ്മസ് രാവാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ വൈബ് നാടെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ടി വിയുടെ സ്റ്റുഡിയോയിലും ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ട് സിസ്റ്റർ റിൻസി അൽഫോൺസാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 53 ആയിരിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി, വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. അപ്പോൾ ചൂട് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. താങ്ക് യു. അപ്പോൾ സിസ്റ്ററെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. 10ാം ക്ലാസ്സിൽ തന്നെയാണ് സിസ്റ്റർ കന്യാസ്ത്രീ ജീവിതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ല, പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുത്തത്. അതുവരെ പാട്ട് ശാസ്ത്രീയമായി പഠിക്കാനൊരു തീരുമാനമേ ഉണ്ടായിരുന്നില്ല ആ സമയം വരെ, ആണോ? ഇല്ല, ശാസ്ത്രീയമായി പഠിച്ചിട്ടേ ഇല്ല. പഠിച്ചിട്ടില്ല. പ്ലസ് ടു വരെ പഠിച്ചിട്ടില്ല ആണ്. അതിനുശേഷം രാമവർമ്മ കോളേജിലും അങ്ങനെ പോയോ? തൃശ്ശൂർ രാമവർമ്മ കോളേജ് ഡിപ്ലോമ പഠിച്ചു. അതെ അല്ലേ? അതിനുശേഷമാണ് RLVയിലേക്ക് പോകുന്നത്. അതെ. ഓക്കെ. അപ്പോൾ അതായത് കന്യാസ്ത്രീ കുപ്പായം ഇട്ടതിന് ശേഷമാണ് ടീച്ചറിന്റെ ഈ പാട്ട് കഴിവ് ആരാണ് ആദ്യം തിരിച്ചറിഞ്ഞത്? എന്റെ മഠത്തിലുള്ള സിസ്റ്റേഴ്സ് തന്നെയാണ്. ഞാൻ വീട്ടില് ആയിരിക്കുന്ന സമയത്ത് സംസ്ഥാന കലോത്സവത്തിലും കൊയറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ലളിതഗാനമൊക്കെ പാടിയിട്ടുണ്ടോ? അതെ. പഠിച്ചിട്ട് നമ്മള് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലെന്നുള്ളൂ. അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ലോ കേട്ടോ, ചെറുതായിട്ട്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലെ അപ്പച്ചൻ, അമ്മ, ചേച്ചി, ഒരാങ്ങള. അപ്പച്ചനും അമ്മ ആരെങ്കിലും പാടുമായിരുന്നോ? അന്നമ്മ എന്നാണ് അമ്മ കുറച്ച് പാടുമായിരുന്നു. പള്ളി കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ കല്യാണത്തിന് മുമ്പ് വരെ. കല്യാണത്തിന് ശേഷം അമ്മ പാടിയിട്ടില്ല. അത് ഞാനും അമ്മയോട് ചോദിക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെയൊക്കെ അമ്മമാര് കല്യാണത്ത് വരെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ദവും കുടുംബവും ഒക്കെ, പിന്നെ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് ആലോചിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പാടാഞ്ഞല്ലേ? ഒരു പാടിയിരുന്നെങ്കിൽ വേറൊരു ലെവലിലേക്കൊക്കെ പോയേനെ. അമ്മ കുടുംബമായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തതാണ്. ഓക്കെ സിസ്റ്ററെ, അപ്പോൾ സിസ്റ്റർ പാട്ടൊക്കെ പാടുന്നു. പാട്ടെന്ന് പറയുന്നത് കൊയറിലെയോ പ്രാർത്ഥനാ ഗാനങ്ങൾ മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കൂടി സിസ്റ്റർ പാടും, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സിനിമാ പാട്ട് കൂടി കേട്ടിട്ട് വരാം. ടീച്ചറിന് ഏറ്റവും കൂടുതൽ സിസ്റ്ററിന് കൈയടി കിട്ടിയ പാട്ടുകളിൽ ഒരു പാട്ടാണ് കേട്ടോ, പ്രാർത്ഥനാ ഗാനങ്ങൾക്കപ്പുറം. മോഹം കൊണ്ട് ഞാൻ. അതെ. അത് പ്രത്യേകിച്ചൊരു കൗതുകമുണ്ട്. പ്രത്യേകിച്ചൊരു കന്യാസ്ത്രീ ഇരുന്ന് ആ പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ഫീലുണ്ട്, അല്ലേ? ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം സിനിമാ പാട്ട് അങ്ങനെ പാടിയിട്ടില്ല. അപ്പോ ടിവിയിലാണ് ആദ്യമായിട്ട് പാടാൻ പോണേ. ആണോ? ആദ്യമായിട്ടാണ് പാടാൻ പോണേ? അതെ. ഞാൻ പബ്ലിക്കായിട്ട് അങ്ങനെ സിനിമാ പാട്ടുകൾ പാടിയിട്ടില്ല സിസ്റ്റർ ആയതിനു ശേഷം. ആണ് അല്ലേ? അപ്പൊ നമുക്കതൊന്ന് കേൾക്കാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. അയ്യോ, ആ ഒരു ഫീല് നോക്കൂ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കേൾക്കുന്ന സമയത്തുള്ള ആ ഒരു ശബ്ദത്തിനൊരു ക്യൂട്ട്നെസ്സേ, എനിക്കൊന്ന് ഒരു കന്യാസ്ത്രീ ആയില്ലായിരുന്നെങ്കിൽ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ശബ്ദമാണ്. നിങ്ങളെ കേട്ടല്ലോ, ആ ഒരു ഫീൽ അതേപടിയാണ് വരുന്നത്.